എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രസകരമായൊരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർക്കറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ഈ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ? അതെ, അഡ്വർടൈസിങ്ങിൻ്റെ ഒരു വ്യത്യസ്തമായ തലമാണ് ആക്ച്വലി മൂക്കറ്റിംഗ് എന്ന് പറയുന്ന ടേം. ഈ മൂക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും മാർക്കറ്റിംഗ് ആണെന്ന് ഫീൽ ചെയ്യാത്ത തരത്തിലുള്ളൊരു മാർക്കറ്റിംഗ്. അങ്ങനെ ഒരു അഡ്വർടൈസിങ് ടാക്റ്റിക് അഥവാ അഡ്വർടൈസിങ് തന്ത്രമാണിത്. അതിനെ എന്താണ് ഇത്രയും വ്യത്യസ്തപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മാർക്കറ്റിംഗ് ആണെന്ന് തോന്നാത്ത ടൈപ്പ് മാർക്കറ്റിംഗ് ആണ് എല്ലാവരിലേക്കും കൂടുതൽ റീച്ച് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉത്ഭവം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജേർണലിസ്റ്റും ഓതറും ഒക്കെ ആയിട്ടുള്ള റോബ് വാക്കർ എന്ന് പറയുന്ന ആളാണ് ശരിക്കും ഈ മൂക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നത്. ഇതൊരു ബ്ലെൻഡ് ഓഫ് മാർക്കറ്റിംഗ് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് വാക്കുകൾ, മുർക്കി എന്ന് പറയുന്ന വാക്കും മാർക്കറ്റിങ്ങും, ഇത് രണ്ടും കൂടെ കൂടി, അതായത് ദ മാർക്കറ്റിംഗ് ഓഫ് നോ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മെസ്സേജുകൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അത് അവർ പോലും അറിയാത്ത രൂപത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അത് എത്തിക്കുന്നു. ഒരു 4-5 എക്സാമ്പിളുകൾ നോക്കുമ്പോൾ ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ബ്രാൻഡഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ, അതായത് നമ്മളിന്ന് ടെലിവിഷനിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന പല മൂവീസ് അല്ലെങ്കിൽ ഷോകൾ, പല ഓൺലൈൻ കോണ്ടൻറ്റുകളുടെയൊക്കെ അകത്ത് പല പ്രൊഡക്റ്റുകളെയും പ്ലേസ് ചെയ്യുന്ന രീതി നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പ്രോഗ്രാം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ചിലപ്പോൾ നായകനായിട്ടുള്ള വ്യക്തി ഉപയോഗിക്കുന്നൊരു വാഹനമായിരിക്കും, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഒരു ഗാഡ്ജറ്റ്സ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോണോ അല്ലെങ്കിൽ അവർ സ്ഥിരം അവർ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റോ, അത് പല തവണകളിൽ അവരത് ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കുന്നത് കാണുകയും ചെയ്യുമ്പോൾ ആ ബ്രാൻഡിനോടൊരു പ്രതിബദ്ധത ഉണ്ടാവണം. ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി കൊളാബ് ചെയ്യുന്നത് തന്നെയാണല്ലേ. അങ്ങനെയുള്ള ബ്രാൻഡഡ് എൻ്റർടൈൻമെൻറ്റ് ഇതിൻ്റെ ഒരു രീതിയാണ്. 2, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ഇന്ന് മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന രീതി. കാരണം പലരും ഇന്ന് കോണ്ടൻറ്റുകൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അവരുടെ ആ സ്ക്രിപ്റ്റിൽ തന്നെ ഇൻബിൽറ്റ് ചെയ്തുകൊണ്ട് പല പ്രൊഡക്റ്റുകളെയും പ്രൊമോട്ട് ചെയ്യുന്ന രീതി, ഇതിന് വളരെ മികച്ചൊരു എക്സാമ്പിളാണ്. 3, ബ്രാൻഡഡ് കോണ്ടൻറ്റുകൾ. ഇന്ന് ഓൺലൈനായിട്ട് പല ആർട്ടിക്കിൾസ്, വീഡിയോസ് അല്ലെങ്കിൽ പല കോണ്ടൻറ്റുകൾ കസ്റ്റമറെ എൻഗേജ് ചെയ്യുമ്പോൾ അത് ആ കോണ്ടൻറ്റുകൾക്കകത്തുകൂടെ ഒരു സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി, ഇതിന് മികച്ചൊരു എക്സാമ്പിളാണ്. 4, പ്രൊഡക്റ്റ് പ്ലേസ്മെൻറ്റ് ഇൻ വീഡിയോ ഗെയിംസ്. ഇന്ന് ഈ ഓൺലൈൻ വീഡിയോ ഗെയിമുകളൊക്കെ ഒരുപാടുണ്ട്. അതിൽ പല റിയൽ വേൾഡ് പ്രൊഡക്റ്റുകളും ബ്രാൻഡുകളും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. വിർച്വൽ എൻവയോൺമെൻറ്റ് സൃഷ്ടിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പട്ടണം സൃഷ്ടിച്ചിരിക്കുന്നതായിരിക്കും. അവിടെ കാണുന്ന ചില ബ്രാൻഡ് ഇമേജുകൾ, ബ്രാൻഡ് നെയിമുകൾ, ബിൽ ബോർഡുകൾ, പോസ്റ്ററുകൾ, അല്ലെങ്കിൽ ഈവൻ ഗെയിമിൻ്റെ അകത്തുണ്ടാവുന്ന പല പ്ലെയേഴ്സിനെയും അവരുടെ ജേഴ്സി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും പല ബ്രാൻഡുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതി ഇന്ന് വളരെ കോമണായി വന്നിരിക്കുകയാണ്. ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ആൻഡ് ഫൈനലി പറയാനുള്ളത് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യമാണ്. ഈ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ പലതും മെമ്മറബിൾ ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന് എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിൽ പോപ്പപ്പ് ഷോപ്പുകൾ, ബ്രാൻഡഡ് ഇവൻറ്റ്സ്, കുറേ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻസ്, ഇതെല്ലാം വഴി ആളുകളിലേക്ക് കൂടുതൽ എൻഗേജ് ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യം, അറിയാതെ തന്നെ മനസ്സിലേക്ക് ചില ബ്രാൻഡുകൾ രജിസ്റ്റർ ചെയ്യുകയാണ് പലരും ചെയ്യുന്ന എഫേർട്ട് വഴി. ശരിക്കും മാർക്കറ്റിംഗ് രംഗത്ത് പുതിയൊരു കോൺസെപ്റ്റ് ആയാലും അഡ്വർടൈസിങ്ങിൻ്റെ പുതിയൊരു വകഭേദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേമിനെ പറ്റിയും ഇതെങ്ങനെയൊക്കെയാണ് ആളുകളിലേക്ക് എത്തുന്നതെന്നും ആണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഇതുപോലുള്ള പല ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചുകളും ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു വ്യത്യസ്തമായ തലമാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മളും ഇനി ഒരു സ്ഥാപനം നടത്തുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ചിന്തിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകളായിരിക്കും പലപ്പോഴും വലിയ റിസൾട്ട് കൊണ്ടുതരുന്നത്. താങ്ക് യു.